ഇന്നലത്തെ ആ നിമിഷം വളരെ സുന്ദരമായിരുന്നു, മനോഹരമായിരുന്നു. ഇന്നലെ ഇവിടെ കുറെ കുട്ടികള് ക്രിസ്തുമസ് ആഘോഷവുമായിട്ട് ഇവിടെ വന്നിരുന്നു. അവർ മനോഹരമായ പാട്ടുകൾ പാടിയിരുന്നു. എന്റെ ക്ഷേത്രത്തിന്റെ മുന്നില് അവര് പാട്ടുപാടി. ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന പേരിൽ ഞാനൊക്കെ വിളിച്ചിരുന്ന ആ രൂപം, ആ കുപ്പായമിട്ട ക്രിസ്മസ് ഫാദർ അവിടെ നൃത്തം ചെയ്യുകയുണ്ടായി. മനോഹരമായ പാട്ടിനൊപ്പം ആ നൃത്ത ചുവടുകൾ ഞാൻ ആസ്വദിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു. മനോഹരമായ പാട്ടും ആ ക്രിസ്മസ് ഫാദറിന്റെ ആ നൃത്തവുമൊക്കെ കണ്ണുകൾക്കും കാതുകൾക്കും ഒരു കുളിർമ തന്നെയായിരുന്നു. പക്ഷെ ആ നിമിഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അവര് വരുന്ന സമയത്ത് തന്നെ അത് വീഡിയോയിലേക്ക് പകർത്തുവാനായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴേ എന്തോ അതെനിക്ക് അങ്ങനെ തോന്നിയില്ല. ആ ദൃശ്യങ്ങൾ പകർത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു, അതെന്റെ ആവശ്യമായിരുന്നു. കാരണം ഇനി ഒരിക്കലും എനിക്ക് എന്റെ മരണത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ വന്നെത്തുന്ന ഓരോ നിമിഷങ്ങളെയും ഞാൻ ആസ്വദിക്കുകയാണ്. ആ ഓരോ അവസരങ്ങളും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഇനി ഒരിക്കൽ കൂടി എനിക്ക് കാണാൻ കഴിയില്ല എന്ന ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എന്റെ ഓരോ നിമിഷങ്ങളെയും മനോഹരമാക്കി തീർക്കുന്നത്. അടുത്ത നിമിഷം എനിക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്റെ ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാൻ കഴിയില്ല. നടക്കാൻ കഴിയുമോ, ഓടാൻ കഴിയുമോ, ചാടാൻ കഴിയുമോ എന്നെനിക്ക് അറിയില്ല. ഒന്നുകിൽ നമ്മൾ തളർന്നു വീണ് കിടക്കും, അല്ലെങ്കിൽ നമ്മളുടെ ദേഹം മരണപ്പെട്ടു പോകും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അതുകൊണ്ട് തന്നെ എന്റെ ഓരോ നിമിഷവും ഞാൻ ബോധപൂർവം ഞാൻ ആസ്വദിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ആസ്വദിക്കുന്നത് അത് അറിയാറുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ എന്ന് പറയുന്നത്. ചില മാത്രമല്ല, ഇതൊന്നും തന്നെ ഞാൻ അറിയില്ല. ആസ്വാദനം എന്തെന്നോ ഒന്നും എനിക്കറിയാൻ സാധിക്കില്ല. എന്നാൽ ഭൗതിക ലോകത്തെ, പുറത്തെ ലോകത്തേക്ക് നോക്കി കാണുമ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കും. കാരണം എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ മരണപ്പെടുമെന്ന്, ദേഹം മരിക്കുമെന്ന് ബോധമുണ്ടായതുകൊണ്ട് തന്നെ ഓരോ നിമിഷത്തെയും ഞാൻ സുന്ദരമാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഞാൻ ആ നൃത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ആ കുട്ടികള് ഒന്ന് രണ്ട് കുറെ പാട്ടുകളും കൂടെ പാടാമായിരുന്നു, നൃത്തം ചെയ്യാമായിരുന്നു. എനിക്ക് വീണ്ടും അത് പകർത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നൃത്തം എല്ലാം ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ അത് വീഡിയോയിലേക്ക് പകർത്തിയത്, ലൈവ് ചെയ്തത്. അത് ലൈവായിട്ട് അങ്ങ് പോവുകയായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ഇതൊന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം അപ്പോൾ അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വീഡിയോ എങ്കിലും എടുക്കുവാൻ ആ ആളെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ അവരിങ്ങനെ വന്നിച്ച് കളിക്കുമ്പോഴൊക്കെ നമ്മളത് ആസ്വദിക്കണം, കുറച്ചു നേരം ആസ്വദിച്ച് നിൽക്കണം. പിന്നീട് നമ്മൾ വീഡിയോയിലേക്ക് പോകാവൂ. അല്ലെങ്കിൽ
അത് ആ വരുന്നവർക്ക് തന്നെ അവർക്ക് ചിലർക്ക് ഈ ക്യാമറയെ അഭിമുഖീകരിക്കാൻ വല്ലാത്ത ഭയമാണെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ നൃത്തം ചുവടുകൾ പിഴയ്ക്കും. കാരണം നമ്മൾ ക്യാമറ ഇങ്ങനെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് പിന്നെ പാട്ട് പാടാനോ നൃത്തം ചെയ്യുവാനോ ഉള്ള ആ കഴിവ് നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതെങ്ങനെയാണ് തോന്നിയതെന്ന് വെച്ചാൽ, ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ എന്റെ ക്യാമറ ഓണാക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെയൊക്കെ മുഖം വല്ലാണ്ടെയാവുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. കാരണം എല്ലാവർക്കും ക്യാമറ പേടിയാണെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, അത് ഞാൻ തിരിച്ചറിയുക കൂടി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആരോ ഇവിടെ വന്ന് പറയുകയുണ്ടായി, നാഗചേച്ചിയുടെ അടുക്കൽ പോയാൽ ചേച്ചി വീഡിയോ എടുക്കുമെന്ന്. നാഗചേച്ചിയുടെ അടുക്കൽ പോയാൽ വീഡിയോ എടുക്കും എന്ന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ആ കുട്ടികൾ പെട്ടെന്ന് പാട്ടൊക്കെ നിർത്തിയത്. അപ്പോൾ ആ കുട്ടികൾ ഇത് കേൾക്കുകയാണെങ്കിലും അവർക്കൊക്കെ ഒരു ആത്മധൈര്യം ഉണ്ടാകാൻ, ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ആത്മധൈര്യം ഒന്നും ഉണ്ടാകില്ല, കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ട്. എന്നാലും അവരുടെ ഉള്ളിൽ ഇത് പതിഞ്ഞിരിക്കട്ടെ, ഒന്ന് പതിയുവാൻ വേണ്ടി മാത്രം. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവർ വന്ന് നൃത്തം ചെയ്തു, ഒക്കെ ചെയ്തു, പാട്ടുപാടി, എന്നോട് കുറെ സംസാരിച്ചു. അതിലൊരു മോൻ, ആ കുട്ടിയുടെ പേര് അഖിലെന്നോ മറ്റോ ആണ്. നല്ലൊരു കലാകാരനാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടി നന്നായിട്ട് ഫുട്ബോൾ കളിക്കും. ആ കുട്ടിയുടെ പോസ്റ്ററൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ക്ലബ് ഉണ്ടെന്നോ മറ്റോ തോന്നി. കൂട്ടർക്കെല്ലാം ക്ലബുകളുണ്ട്. എന്താ, എല്ലാവരും നല്ല കലാഹൃദയരാണ്, കലാവാസനയുള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ ഇവർക്കൊക്കെ തന്നെയും കഴിവ് ഉള്ളിലാണ്, ആരും അറിയരുത് എന്നൊക്കെയുള്ള ആ ചിന്താഗതിയാണ്. അത് മാറിക്കിട്ടണം. അത് അവരുടെ ഉള്ളിൽ തന്നെയാണ് മാറ്റം വരുത്തണം. കാരണം ഇനി അവസരങ്ങൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല. നമ്മളുടെ ഓരോ നിമിഷവും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളുടെ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടത്. അത് ഒരുപക്ഷെ ഇപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാവില്ല, കാലക്രമേണ മനസ്സിലാകും. ആഗ്രഹങ്ങൾക്കല്ല ഇവിടെ പ്രസക്തി, ആവശ്യങ്ങൾക്കാണ്. ആഗ്രഹങ്ങളല്ല, ആവശ്യങ്ങളാണ്. കുറെ നാളുകളൊക്കെ കഴിയുമ്പോഴേ ഇതൊരു ആവശ്യമായിട്ട് വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ 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 കാര്യങ്ങളും ആവശ്യമായിട്ട് വരും. ആഗ്രഹങ്ങളല്ല, ആവശ്യം. ജീവിക്കണമെന്നുള്ള ആവശ്യം, ജീവിതമെന്നുള്ള ആവശ്യം, അതെല്ലാം ആവശ്യങ്ങളാണ്. ആ ആവശ്യമായിട്ട് വരുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ ധൈര്യപൂർവം കാണേണ്ടത്. അതിനൊരു കുട്ടിക്കളിയായിട്ട് വേണമെങ്കിൽ കാണാം, സീരിയസ് ആയിട്ട് കാണാം, ഒക്കെയും അത് അവരവരുടെ ഹിതത്തിനനുസരിച്ചാണ്. ഇപ്പോൾ പലരും ക്യാമറയെ ഭയപ്പെടും, വീഡിയോയെ ഭയപ്പെടും. പക്ഷെ ഒരിക്കൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ഇതിനെ, അത് ക്യാമറയെ, വീഡിയോ ദൃശ്യത്തെ ഒക്കെയും നിങ്ങളുടെ ആവശ്യമായി മാറും. അത് നിങ്ങൾക്ക് വേണം എന്ന ഒരാവശ്യ ഘടകമായി മാറും. ആ നിമിഷം നിങ്ങൾ എല്ലാവരും എന്നെ ഓർക്കും. ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ അവരെന്താണോ വെറുക്കുന്നത് അത് ജീവിതത്തിൽ ആവശ്യമായി വരും. അതികഠിനമായ ആവശ്യം. അത് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ആലപ്പാട്ട് ദേവീക്ഷേത്രം എന്ന് പറയും. അവിടെ പറ എന്ന
ഒരു ആചാരമാണ്. ആചാരം എന്ന് പറയാനും പറ്റില്ല, അവിടെ നടപ്പുള്ള ഒന്നാണ്. അവിടെ ദേവിയുടെ ഒരു ഞാൻ അതിന്റെ പേരൊക്കെ മറന്നുപോയി. ദേവിയുടെ ചിത്രവുമായിട്ട് അതിനെന്താ പേര് പറയാ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ലല്ലോ. ജീവതയെന്നോ മറ്റോ ആണ്. എന്തോ ഞാൻ അങ്ങനെ പറയാൻ ഇപ്പോൾ തുനിയുന്നു. ഇനി ആരെങ്കിലും ഇത് കേൾക്കുവാണെങ്കിൽ പറയും ജീവിതയല്ല എന്ന് പറയും. എന്നിരുന്നാലും ദേവിയുടെ ആ എഴുന്നള്ളത്ത് ഓരോ വീടുകളിലും ചെന്ന് എന്ന് പറയുന്ന പറയെടുക്കും. അത് നെൽപ്പറ, ഇവിടുന്ന് നെൽപ്പറ അരിപ്പറയൊക്കെ കൊടുത്തിട്ടുണ്ട്. അരി കൊടുത്ത്, അതായത് അരി പറയായിട്ട് കൊടുക്കും, നെല്ല് കൊടുക്കും, മലര് കൊടുക്കും, അങ്ങനെയൊക്കെ പലതും കൊടുക്കും ക്ഷേത്രത്തിലേക്ക്. അപ്പോ ഇവിടുന്ന് നെല്ല്, അരി, നമുക്ക് ഇഷ്ടമുള്ളത് എന്തും കൊടുക്കാം. എന്തും അരി കൊടുക്കാം, നെല്ല് കൊടുക്കാം, കൽക്കണ്ടം, മലര്, അങ്ങനെ കുറെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതെല്ലാം കൊടുക്കാം. വീട്ടിൽ നിന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നൊരു ഏർപ്പാട് അന്നുണ്ടായിരുന്നു. അപ്പോ ദേവിയുടെ ദേവിയുടെ ഒരുതരം വിഗ്രഹവുമായിട്ട് ആ വയലിലൂടെ ഇങ്ങനെ അവര് വരും. അവിടുത്തെ തിരുമേനിയും ഒക്കെ വന്ന്, അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ച, വളരെ സുന്ദരവും മനോഹരവുമായ ഒരു കാഴ്ചയായിരുന്നു. ചൂട്ടൊക്കെ കത്തിച്ച്, ചിലപ്പോൾ വലിയ വിളക്ക്, ടോർച്ച് അല്ലെങ്കിൽ ചൂട്ട് ഒക്കെ കത്തിച്ച്, ഓലച്ചൂട്ട് ഒക്കെ കത്തിച്ച് ഇങ്ങനെ വഴി തെളിച്ചു വരികയാണ് മുമ്പിൽ പോകുന്നവർക്ക്. അപ്പൊ ഈ വയലിലേക്കൂടി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് മുറ്റത്ത് ഇപ്പൊ നമ്മള് കളമൊക്കെ വരച്ചിങ്ങനെ ഇട്ടേക്കും. അന്ന് ഇതുപോലെ വഴിയില്ല. അപ്പൊ ഇങ്ങനെ വളഞ്ഞാണ് അവര് വരുന്നത്. അത് വീട്ടിലേക്ക് വരുമ്പോ കുട്ടികളായിരിക്കുന്ന എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അന്നൊക്കെ. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാല് അത് ഭയങ്കരമായ ഒരു സന്തോഷം. ദേവി വീട്ടിലേക്ക് വരുന്നു എന്നുള്ളൊരു സന്തോഷം. ആ സന്തോഷം അതുപോലെ തന്നെയായിരുന്നു. അന്നൊരു ബഹളമൊക്കെയാണ്. പിന്നെ മലരും കൽക്കണ്ടവും തേങ്ങയൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് അത് ലാസ്റ്റ് ഒരു കഴുപ്പൊക്കെ ഉണ്ട്. ചില വീടുകളിൽ നിന്ന് കാപ്പിയൊക്കെ കൊടുക്കും. ഇവിടുന്ന് കാപ്പിയും അരി അടയൊക്കെ അവർക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അവരൊക്കെ വന്ന് അതൊക്കെ കഴിക്കും. ഒരു രസമായിരുന്നു, സന്തോഷമായിരുന്നു ആ കാലങ്ങൾ. ഇപ്പോഴും വേണമെങ്കിൽ ആ കാലങ്ങൾക്ക് നമുക്ക് തിരിച്ചു പിടിക്കാം. നല്ല ഉണർവുള്ള യുവാക്കൾ ഇവിടെ തന്നെ ഉണ്ട്. അവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ അത്തരം കാലങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകും. നല്ല രസമായിരുന്നു. രസമല്ല, എന്താ പറയാ, അതൊരു ഹൃദയത്തിനൊരു സന്തോഷമായിരുന്നു. പ്രത്യേകിച്ചും ക്ഷേത്രത്തിലെ ദേവി നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഒന്ന് ആലോചിക്കണം. ക്ഷേത്രത്തിലുള്ള ദേവി ഓരോ വീടുകളിലേക്കും ചെല്ലുകയാണ്. ദേവിയെ നിന്ദിക്കാൻ പാടില്ല, ദേവിയെ തൊഴണം. സാധാരണ ക്ഷേത്രത്തിലേക്കാണ് ദേവിയെ കാണാൻ പോകുന്നത്. ഇത് ദേവി അതിഥിയെ പോലെ നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. അതൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു കുട്ടിക്കാലത്ത്. പിന്നീട് ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കാൻ ആളുകളൊന്നും ഇല്ലാതായി തീരുന്നുവോ എന്ന് എന്റെ ഉള്ളിൽ തോന്നിയിരിക്കണം. അതുകൊണ്ടാകണം. പിന്നീട് മാത്രമല്ല, ബുദ്ധിമുട്ട്, വഴിയില്ല, ബുദ്ധിമുട്ട്, അത് പലരും വന്ന് പറയുകയുണ്ടായി. ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ വഴിയില്ല, വളഞ്ഞു വേണം വരേണ്ടത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, പിന്നീട് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ ചെറുപ്പക്കാരും കൂടി ഇല്ലാണ്ടായപ്പോൾ അവരെല്ലാരും അതിൽ നിന്നും പിന്മാറി. എല്ലാവരും
ഇതിന്റെ പിന്നാലെ ഒന്നും ഇറങ്ങിത്തിരിക്കാൻ ആളുകളൊന്നും ഇല്ല എന്ന് ഒരു കേട്ടുകേൾവി ഞാൻ അറിയുകയുണ്ടായി. അങ്ങനെ അതൊരു കേട്ടുകേൾവി മാത്രമാണ്. അങ്ങനെ അതവിടെ നിന്നു. അപ്പോൾ ക്ഷേത്രത്തിലെ ദേവി, ആലപ്പാട്ട് ക്ഷേത്രത്തിലെ ദേവിയുടെ വരവ് നിന്നു. അതുപോലെ തന്നെ വീണ്ടും ഞാൻ ക്രിസ്മസ് ഫാദറിലേക്ക് വരാം. അന്ന് ഞാൻ നോക്കിയിരുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളായിരുന്നു. ആലപ്പാട്ട് അമ്പലത്തിലെ ദേവി വിഗ്രഹം ഇവിടെ വരുന്നതും, അതായത് ദേവി ഇവിടേക്ക് എഴുന്നള്ളുന്നതും, പിന്നെ ക്രിസ്മസ് ഫാദർ ഇവിടേക്ക് വരുന്നതും. ഇത് രണ്ടും ഞാൻ നോക്കിയിരിക്കും. ദേവി വരും, അത് എല്ലാ വർഷങ്ങളും ഉള്ളതാണ്. പിന്നീട് വരാതെയായി. അത് വരാതെയായത് എല്ലായിടത്തും. ഇവിടെ ഇപ്പം എങ്ങും പോകുന്നില്ല. ദേവി വിഗ്രഹവുമായിട്ട് ആ ജീവിതവുമായിട്ട് എങ്ങും പോകുന്നില്ല. എന്നാൽ ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് ഫാദർ എല്ലാ വീടുകളിലേക്കും ഇങ്ങനെ പോകാറുണ്ട്. അത് ഞാൻ പറയുന്നത് അതൊരു നല്ല കാഴ്ച തന്നെയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. കുട്ടികൾ ഇങ്ങനെ രാത്രിയില് ഇങ്ങനെ പാട്ടും ഒക്കെ ആയിട്ട്, പകലായാലും രാത്രിയിലായാലും ഓരോ വീടുകളിലും ഇങ്ങനെ ചെല്ലുന്നത് എത്ര ആനന്ദകരമായ കാഴ്ച തന്നെയാണ്. എനിക്കിഷ്ടമാണ്. അപ്പോ ഇവിടെ വഴിയില്ലായ്മയാണ് ഒരു കാര്യം. കാരണം ചില ഈ കൂട്ടർ ഇവിടെ വന്നിട്ട് ഇവിടേക്ക് വരാതിരിക്കും. ചിലര് വരും. പക്ഷെ ഇന്നലെ വന്ന കുട്ടികള് വന്നു. അവരിവിടെ വന്നു. എൻ്റെ കയ്യിൽ കുറെ ചില്ലറകൾ ഉണ്ടായിരുന്നു. ഞാൻ അത് എണ്ണിയതൊന്നുമില്ല. ഒരു പിടി വാരി അവരുടെ ആ കവറിലേക്ക്, സഞ്ചിയിലേക്ക് ഇട്ട് പിന്നെ ഓരോരുത്തർക്കും ചില്ലറകൾ കൊടുത്തു. 4, 5, 3, 2 ഒക്കെ, 1, 2 ഒക്കെ തുട്ടുകൾ എൻ്റെ കയ്യിൽ വന്ന് അതൊക്കെ തന്നെ വന്നവർക്ക് എല്ലാവർക്കും കൊടുത്തു. ആരൊക്കെയോ എൻ്റെ കാൽപാദങ്ങളിൽ തൊട്ടു തൊഴുതു. അതില് ഒരു കുട്ടി, ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നോട് പേര് അഖിലെന്നാണെന്ന് പറഞ്ഞ ആ കുട്ടി എന്നോട് ചോദിച്ചു, ഞങ്ങളെയൊക്കെ അറിയുമോ? ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ആരെയും ഇങ്ങോട്ട് അറിയുന്നില്ല. ശരിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ കുട്ടികളുടെ ഒന്നും മുഖമൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ആരാണെന്നൊന്നും അറിയില്ല, ആരുടെ മക്കളാണെന്നും അറിയില്ല. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ, കൊല്ലാമലയിലുള്ളവരാ എന്നോട് പറയുകയുണ്ടായി. കൊല്ലാമലയിലുള്ളവരാ. ഒരുപക്ഷെ ഞാൻ ആ കുട്ടികളെ കണ്ടിരിക്കണം. അവർ പറഞ്ഞു, ഞങ്ങൾ ചേച്ചിയുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്, കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവരങ്ങനെ പറഞ്ഞു. പിന്നെ കുറെ നേരം എന്നോട് അഖിലെന്ന് പറഞ്ഞ മോനും, മറ്റൊരാള് ചന്തുന്നോ മറ്റോ ആണ് പേര് പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അങ്ങോട്ട് ഓർമ്മയിൽ കിട്ടുന്നില്ല. ആ 2 കുട്ടികളും എൻ്റെ അടുക്കൽ നിന്ന് കുറച്ചു നേരം നിന്ന് സംസാരിച്ചു. അഖിലാണ് കൂടുതലും സംസാരിച്ചത്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറയുകയുണ്ടായി. ഞാനെല്ലാം കേട്ടു. അപ്പോഴേ എനിക്ക് ഒന്നാമത്തെ കാര്യം, ഇവിടെ എനിക്ക് ആരെയും അങ്ങോട്ട് നന്നായിട്ട് അറിയില്ല. അറിയാൻ കഴിയാത്തത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ കുട്ടിക്കാലവും ഒരു 12ാം തരത്തിൽ, ഒരു 9ാം തരം 10ാം തരത്തിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ ഇവിടെയല്ല. ഈ കുളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസമെല്ലാം പലപ്പോഴും ഹോസ്റ്റലുകളിലായിരുന്നു. സ്കൂൾ ഹോസ്റ്റലുകളിലും ഓരോ വർഷങ്ങൾ അവിടെയായിരുന്നു. പിന്നെ കോളേജ് തലത്തിൽ പഠിച്ചപ്പോഴും കോളേജ് വിദ്യാഭ്യാസത്തിന്റെ പകുതിയിലേറെയും ഹോസ്റ്റൽ വാസിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ
വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് വളരെ സത്യം. എൻ്റെ സഹോദരൻ, അമ്മ, ചാച്ചൻ അവരോടൊക്കെ ഒപ്പം ഞാൻ കഴിഞ്ഞത് വളരെ എണ്ണിപ്പറക്കാവുന്ന ദിവസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ മാത്രമാണ്. അതല്ലാതെ എൻ്റെ യാത്രകൾ, എൻ്റെ ജോലി സംബന്ധമായ യാത്രകളൊക്കെയും ഹോസ്റ്റൽ റൂമുകൾ, കലാലയത്തിന്റെ ഹോസ്റ്റല്, സ്കൂളിന്റെ ഹോസ്റ്റല്, പിന്നെ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഞങ്ങൾ വനിതകൾ മാത്രമായിട്ട് ഹോസ്റ്റൽ റൂം എടുത്ത് അവിടെ താമസിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ ഞാൻ പോകുമ്പോൾ ആ വീടുകൾ, അവിടെ ഏതെങ്കിലും ഒരു മുറി, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിന്റെ പകുതിയിലേറെയും പകലുകളിലൊക്കെയും ഏതെങ്കിലും ക്ഷേത്രങ്ങൾ, പിന്നെ ഈ പ്രഭാഷണശാലകൾ, സാഹിത്യ ക്യാമ്പുകൾ അവിടെ ഒക്കെയായിരുന്നു. ചിലപ്പോൾ രാത്രിയും പകലും ഒക്കെ സാഹിത്യ ക്യാമ്പുകളിലെ അവിടെയൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഒക്കെ ജീവിക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത ഇടയിൽ മാത്രമാണ്. അല്ലാതൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയായിരുന്നു. ക്ഷേത്രങ്ങളിലെ അവിടെ അരിഞ്ഞു പറക്കാനും, ഏതൊക്കെ ക്ഷേത്രങ്ങളാണെന്ന് പോലും എനിക്കറിയില്ല, അന്നം കൊടുക്കാനായിട്ട്, പച്ചക്കറികൾ അരിയുവാന്, ചിലപ്പോൾ വിളമ്പാന് കല്യാണ പന്തലുകളിലൊക്കെ, കല്യാണ വീടുകളില് അവിടെയൊക്കെ ഭക്ഷണം പാകം ചെയ്യുവാന്, വിളമ്പാന്, അതുപോലെ തന്നെ ഈ പൊതു സദസ്സുകളിലെ ഒരു അതിഥിയായി പോക്ക്, പിന്നെ ചിത്രങ്ങൾ വരയ്ക്കുവാന്, ശാലകളിലെ അവിടെയൊക്കെയായിരുന്നു. എൻ്റെ വീടുകളിൽ ഞാൻ കഴിഞ്ഞത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാകണം പലപ്പോഴും എന്നെ ഇവിടെയുള്ളവർ പോലും അറിയാത്തത്. പലരും പറഞ്ഞിട്ടുണ്ട് നാഗസൈരന്ദ്രി വന്ന് ചോദിക്കുമ്പോ ഇവിടെ ആർക്കും അറിയില്ലെന്ന്. സത്യമാണ്. ഞാൻ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കാണുമ്പോഴും കേൾക്കുമ്പോഴാണ് ഈ കുളക്കട എന്ന ദേശത്തുള്ളവർ പോലും അറിയുന്നത്. ഈ കുട്ടി ഇവിടെ ഉള്ളതാണോ, അല്ലെങ്കിൽ ഈ യുവതി ഇവിടെ ഉള്ളതാണോ, ഈ നാട്ടിലാണോ ഉള്ളത് എന്നൊക്കെ പലരും ഇപ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ ഞാൻ മറ്റേതോ സ്ഥലത്തുള്ളതാണെന്നാണ് എല്ലാരും കരുതുന്നത്. വന്നു പോകുന്ന ഒരാള് മാത്രമായിരുന്നു ഞാന്, ഒരു തീർത്ഥാടകയെ പോലെ. സത്യത്തിൽ എനിക്ക് കേരളത്തിന്റെ ഏതൊക്കെയോ ദേശങ്ങളില് ഞാൻ താമസിച്ചിട്ടുണ്ട്. പേരറിയാൻ കഴിയാത്ത ഏതൊക്കെയോ നാട്ടില്, ഏതൊക്കെയോ ദേശങ്ങളില് ഞാനൊരു തീർത്ഥാടകയായിരുന്നു, ഒരു സഞ്ചാരി ആയിരുന്നു ഞാന്. എവിടെയൊക്കെയോ താമസിക്കും, ആരുടെയൊക്കെയോ കൂടെ പിന്നെ കൂട്ടുകൂടി നടക്കും. അവിടെ ചിത്രം വരപ്പും പാട്ടും എഴുത്തും, സ്റ്റേജില്, അതായത് ഈ നാടകശാലകൾ, അവിടെ അഭിനയ കളരിയുമായിട്ട് ഇങ്ങനെ കഴിയും. അത് രാത്രിയോ പകലോ ഒക്കെ റിഹേഴ്സൽ കാണും. അവിടെയൊക്കെ ഡാൻസും നൃത്തവും പാട്ടുമായിട്ടൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെയുള്ള ആരെയും തന്നെ അറിയില്ല. ഈ കുട്ടികളൊക്കെ ആരുടെയൊക്കെ മക്കളാണ്, അവരുടെ മാതാപിതാക്കള് ഒക്കെയും എനിക്ക് അറിയില്ല. കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഇവിടുമായിട്ടൊക്കെ ഒന്ന് സഹവസിക്കാൻ വരെ തുടങ്ങിയത്. അല്ലാതൊക്കെ ഉള്ളപ്പോഴെല്ലാം എൻ്റെ എല്ലാ ജീവിതവും ഇവിടം വിട്ടുള്ളതായിരുന്നു. എല്ലായ്പ്പോഴും ഞാൻ ഇവിടെ വിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ക്യാമറയെ ഭയപ്പെടരുത്, നിങ്ങളുടെ മുഖത്തെ ഭയപ്പെടരുത്, നിങ്ങളുടെ വ്യക്തിത്വത്തെ ഭയപ്പെടരുത്. ഇന്ന് നിങ്ങൾ കാണുന്ന പല മഹാത്മാരും മാധ്യമങ്ങളിൽ കൂടി ശ്രദ്ധയാർജിച്ചവരാണ്. അവർ ക്യാമറയിലൂടെയും ഒക്കെ ഈ മീഡിയകളിൽ കൂടി നിങ്ങളുടെ
അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവരെയൊക്കെ? ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾക്ക് പല ഉദാഹരണം തന്നെ, അവർ പല സിനിമ അഭിനേതാക്കളെ ആരാധിക്കുന്നുണ്ടാകും, ഫുട്ബോൾ താരങ്ങളെ അവർ ആരാധിക്കുന്നുണ്ടാകും. പല മേഖലയിലുള്ളവർ നിങ്ങളുടെ ആരാധന കഥാപാത്രങ്ങളായിരിക്കും. അവരെങ്ങനെയാണ് അത്രയും ആരാധന കഥാപാത്രങ്ങളായി മാറിയത്? അവരുടെ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയത് കൊണ്ടാണോ? അല്ല, അവരെ പരസ്യപ്പെടുത്താനും അവരെക്കുറിച്ച് പബ്ലിസിറ്റി ചെയ്യുവാനും ഒക്കെയും എങ്ങനെയാണ്? ക്യാമറകളായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാമറ, നമ്മുടെ അകക്കണ്ണ് എപ്പോഴും തുറക്കണം. ഏറ്റവും വലിയ ക്യാമറ നമ്മുടെ കണ്ണുകളാണ്. അപ്പോൾ നമ്മൾ തലച്ചോറ് വർക്ക് ചെയ്യണം, ഉൾക്കണ്ണ് തുറക്കണം. നമുക്ക് കൂടുതൽ അറിവും ബോധവും ബുദ്ധിയും വിവരവും വിവേകവും ഒക്കെ നമ്മൾ പ്രാപ്തമാക്കണം. അപ്പോൾ നിങ്ങളിൽ പലരും കാണുന്ന പല ആരാധ്യ കഥാപാത്രങ്ങളും ദൃശ്യങ്ങളിൽ കൂടിയും ശബ്ദങ്ങളിൽ കൂടിയും ക്യാമറയിൽ കൂടിയൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിയവരാണ്. എന്തിനേറെ, നിങ്ങൾ ഇന്ന് ഈ കാണുന്ന കേൾക്കുന്ന എന്നെ വരെ ഈ ക്യാമറയിലൂടെയാണ് നിങ്ങൾ ദൃശ്യം, ശ്രവ്യം, അതിലൂടെയൊക്കെയാണ് നിങ്ങൾ എന്നെയും പരിചയപ്പെട്ടത്, അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ക്യാമറയെ ഭയക്കരുത്, നിങ്ങൾ നിങ്ങളെയും ഭയക്കരുത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മഹത്വമുണ്ട്. പല മഹാത്മാരും അറിയപ്പെട്ടിരുന്നത് എഴുത്തിലൂടെയും ദൃശ്യങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളിലുമുണ്ട് കലാകാര്. നിങ്ങൾ ഇവിടെ ഒതുങ്ങിക്കൂടേണ്ട ആളുകളൊന്നുമല്ല. എല്ലാവരും ഇനിയും ഒരിക്കലും ക്യാമറയെ പേടിക്കരുത്. ആ കുട്ടികൾ ക്യാമറയെ ഭയപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് എല്ലാവരും ഇവിടെ മിക്കവരും ഉള്ളവർക്ക് ക്യാമറയെ പേടിയാണ്. അതിവിടെ മാത്രമല്ല, എനിക്ക് പല ദേശങ്ങളിലുള്ളവർ ഈ ആഡിയോ ഇട്ട് തരുമ്പോൾ അത് റിമൂവ് ചെയ്യും. എന്നിട്ട് പറയും ശബ്ദം കേൾപ്പിക്കരുത്. എന്നാൽ അവരുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കരുതെന്ന ആഗ്രഹം അവർക്കുണ്ട്. അതേപോലെ തന്നെ അവർ എന്നാൽ മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യും. TV തുറന്നാൽ നിങ്ങൾ അത് കാണില്ലേ, കേൾക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ നിങ്ങൾക്ക് ക്യാമറയെ ആവശ്യമായി വരും. നിങ്ങൾ തേങ്ങിക്കരയും. ക്യാമറയെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെന്ന് തോന്നും. കാരണം നിങ്ങളുടെ ആവശ്യങ്ങളെ വെളിയിലേക്ക് ഒന്ന് പടർത്താൻ ഒരു ക്യാമറയെങ്കിലും മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ കരുതും. ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ ആർക്കെങ്കിലും ഒന്നും അയച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ക്യാമറയെ ഇഷ്ടപ്പെടും. അതിനാദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണം. നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ മഹത്വം ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഒരു ഭാഗമായി തീരുകയും ചെയ്യും. അത് നിങ്ങളായി മാറും. അതുകൊണ്ട് ക്യാമറയെ ഭയക്കേ വേണ്ട. പ്രത്യേകിച്ച് ഇവിടെ വരുന്നവർ ക്യാമറയെ ഒരിക്കലും ഭയക്കരുത്. നിങ്ങൾ എന്തിനാണോ ഭയക്കുന്നത്, പേടിക്കുന്നത്, നാളെ നിങ്ങൾക്ക് അതേ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായി വരും. കാരണം നിങ്ങളുടെ ദേഹം ഇവിടെ ജീവിച്ചിരിക്കുന്ന നിമിഷം വരെ നിങ്ങൾ എന്തിനെയാണോ ഭയക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നെത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എന്തിനെയാണോ വെറുക്കുന്നത് അതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും. അതെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടേ മരണപ്പെടുകയുള്ളൂ, ദേഹം മരിക്കപ്പെടുകയുള്ളൂ. അതായത് നിങ്ങൾ എന്തിനെയാണോ അവഗണിക്കുന്നത്, വെറുക്കുന്നത്, അതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തി കഴിഞ്ഞിട്ട് അതെല്ലാം നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾക്കത് ആവശ്യമായി വരും. ഇത് ഞാൻ ഓരോ കൂട്ടരോട് മാത്രമല്ല എല്ലാവരോടും പറയാണ്. അന്ന് നിങ്ങൾ വെറുക്കുന്നതെന്തോ അവഗണിക്കുന്നതെന്തോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു. ഒരിക്കൽ നിങ്ങൾ എന്നെ വെറുത്തിരുന്നു. പക്ഷെ എല്ലാവരും മെല്ലെ ആ പറഞ്ഞ എല്ലാവരും എന്നെ പിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ലേ? അതേപോലെ തന്നെയാണ് നിങ്ങൾ എന്തിനെയാണോ വെറുക്കുന്ന ഓരോ സാധനത്തെയും ഓരോ തുരുമ്പിനെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായി വരുമെന്നുള്ളത്
ഒരു നിത്യസത്യം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ നിർത്തുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ദേവി, എന്റെ ദേവി, ആലപ്പാട്ട് ദേവി, ഞാൻ ഒന്നിനെയും അവഗണിക്കുന്ന കൂട്ടത്തിലല്ല, ഒന്നിനെയും അവഗണിക്കില്ല. കാരണം എനിക്കറിയാം ഞാൻ എന്തിനെയൊക്കെ അവഗണിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെയും എന്റെ ജീവിതത്തിലേക്ക്, ഞാൻ വെറുത്തിട്ടുണ്ടോ അതൊക്കെ തന്നെയും എന്റെ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നെത്തുകയായിരുന്നു എന്നുള്ള ആത്മസത്യം. ഞാൻ അതികഠിനമായി ഏതിനെയൊക്കെയാണോ വെറുത്തത്, ആ വെറുത്തതിനെയൊക്കെയും, ആ വെറുപ്പ് തോന്നിയതൊക്കെയും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും അറിയാതെ കടന്നെത്തുകയായിരുന്നു. ഒടുവിൽ ആ വെറുക്കുന്നതിനെ നമ്മൾ മെല്ലെ മെല്ലെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിത്യഭാഗമായി മാറും. ലോകത്തുള്ള സകലതിനെ, നമ്മുടെ ജീവിതമാണ്, എപ്പോൾ ഏത് നിമിഷം നഷ്ടപ്പെടുന്നു എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഇഷ്ടപ്പെടുക, ഒന്നിനെ അവഗണിക്കാതിരിക്കുക, പുച്ഛിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക. എന്റെ വാക്കുകളെ പോലും നിങ്ങൾ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യരുത് എന്ന് ഞാൻ പറയും. പക്ഷേ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത്, ഒരു നിമിഷം നിങ്ങൾ വീണ്ടും എന്റെ വാക്കുകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആത്മാവ്, അത് ഞാൻ തന്നെയാണ്. ആ ഞാൻ ആണെന്ന ആ സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ എന്നെയും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഞാനിത് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് അഥവാ എന്നെ വെറുപ്പ് തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ വെറുത്തോളൂ. പക്ഷേ നിങ്ങൾ വെറുക്കരുത്. നിങ്ങൾ വെറുക്കുന്നതിന് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായി വരും. അതുപോലെ തന്നെ എന്റെ ദേഹമരണം ഓരോ നിമിഷവും, എന്റെ ഓരോ നിമിഷവും ആയുസ്സും കുറഞ്ഞു വരികയാണെന്ന് ബോധം എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തികഞ്ഞ ബോധവതിയായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ നിമിഷത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവിടെ അതുകൊണ്ടാണ് ആരോടും കഴിവതും വഴക്കുണ്ടാക്കാനോ തല്ലുണ്ടാക്കാനോ പോകാതെ ഇരിക്കുന്നത്. കാരണം ആ സമയം കൊണ്ട് എനിക്കിവിടെ മറ്റു പലതും ചെയ്യുവാനുണ്ട്. കാരണം ആ വഴക്കുണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി കഴിയാം എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. എന്നാൽ മനുഷ്യൻ കൂടുന്നിടത്ത് വഴക്കുണ്ട്. ആ വഴക്കുകൾ നീണ്ടു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അത് ഇല്ലാതെയാകണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നിർത്തുന്നു. എത്ര മിനിറ്റായി? 33. എൻ്റെ പൊന്നോ, ഇതിലെ അപ്പോൾ ശരി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുട്ടികളോട് വീണ്ടും പറയുന്നു, ഭയപ്പെടേണ്ട, ക്യാമറയെ പേടിക്കുകയോ വേണ്ട കേട്ടോ. ഇവിടെ വന്നവരൊക്കെ തന്നെ മിടുക്കരാണ്. നിങ്ങൾ നാളെയുടെ സ്വപ്നങ്ങളാണ്, നാളെയുടെ വാഗ്ദാനങ്ങളാണ്, മഹാത്മാരാണ്. നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ ജനതയ്ക്ക് ആവശ്യമുണ്ട്, ലോകത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾ യുവാക്കളായി തീരണം. നിങ്ങൾ യുവാക്കളാണ്. ആ യുവാക്കൾ ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടരുത്, പ്രത്യേകിച്ചും ക്യാമറയെ. കാരണം നിങ്ങൾ എന്തിനാണോ ഇപ്പൊ ഭയപ്പെടുന്നത്, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ തന്നെ വന്ന് കാർന്നു തിന്നും. വളരെ സന്തോഷപൂർവം. ഓക്കെ, നന്ദി, നമസ്കാരം.